ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ അശ്വിൻ ശ്രുതിക്ക് 3000 രൂപ എണ്ണി കൊടുക്കുക കേട്ടോ. ശ്രുതി അതിങ്ങനെ എണ്ണി എണ്ണി നോക്കുന്നുണ്ട്. ശേഷം അശ്വിനെ നോക്കുന്നത് ചിരിച്ചിട്ട് ആ പേപ്പർ അവിടെ വയ്ക്കുമ്പോഴേക്കും നമ്മുടെ അശ്വിൻ പറയുന്നുണ്ട്, അതെ ശ്രുതികുമാരി ലക്ഷ്മി ഒന്ന് ഇന്നേ എന്ന് പറയാണ്. എന്താ എന്ന് ശ്രുതി ചോദിക്കുമ്പോഴേക്കും, അതെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും പേപ്പറിൽ എഴുതിയില്ലല്ലോ. ഞാൻ എഴുതിയല്ലോ, നിങ്ങളിലേക്ക് കടം തന്നെ കാര്യം, എത്ര രൂപയാണ് കടം തന്നെ എന്നുള്ള കാര്യങ്ങളൊക്കെ പേപ്പറിൽ എഴുതിയിട്ടുണ്ടല്ലോ. അതൊക്കെ ശരി, പക്ഷേ എപ്പം തിരിച്ചു തരുമെന്ന് ആ പേപ്പറിൽ എഴുതിയിട്ടില്ലല്ലോ എന്ന് അശ്വിൻ ചോദിക്കുകയാണ്. അത് ഞാൻ തിരിച്ചു തരും. അത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, തപ്പി പറയാണ്ട് എപ്പം തിരിച്ചു തരാൻ പറ്റുമെന്ന് പറയണം എന്ന് പറയാണ്. ആ സമയത്ത് ശ്രുതി ഇങ്ങനെ ആലോചിക്കുകയാണ്, അത് ഞാൻ ഇവിടെ നിന്ന് പോകുന്ന മുമ്പ് നിങ്ങൾക്ക് ഞാൻ എന്തായാലും തന്നിരിക്കും എന്ന് പറയാണ്. അത് വാക്കാലല്ലേ പറയണത്? ഇല്ല, ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞ് തന്നിരിക്കും. ഞാൻ ഇവിടെ നിന്ന് ഈ പൈസയൊക്കെ കടന്ന പൈസയൊക്കെ തിരിച്ച് തന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകുള്ളൂ എന്ന് പറയാണ്. അതിനുശേഷം ശ്രുതി അവിടെ പേപ്പറൊക്കെ അവിടെ വെച്ചതിന് ശേഷം അത് പൈസ എടുത്തിട്ട് താഴത്തേക്ക് പോവാട്ടോ. ശ്രുതിയുടെ കുറുമ്പൊക്കെ കാണുമ്പോൾ അശ്വിനെ ചിരി വരുവാണ്. അശ്വിനിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഇവളെ ശരിക്കും ഒരു പൊട്ടിയാണോ അത് തമാശക്കാരിയാണോ? ചില സമയത്ത് കുറുമ്പും കാണിക്കും, കുസൃതിയും കാണിക്കും, ചില സമയത്ത് ഭയങ്കര കൗരവക്കാരിയാ എന്ന് അശ്വിനി ഇങ്ങനെ മനസ്സിലിങ്ങനെ പറയും കേട്ടോ. അതിനുശേഷം രാമേട്ടൻ ആ പെട്ടിയായിട്ട് ഇങ്ങനെ നടക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അഞ്ജലി ചോദിക്കണം, രാമേട്ടൻ ഇത് കൊണ്ടേ വെച്ചില്ല, ഞാൻ കൊണ്ടുവയ്ക്കാൻ പോവാൻ കുഞ്ഞെ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയണ്ട്, ഈ പെട്ടി ഇതുവരെ ഇവിടെ തന്നെ കറങ്ങി നടക്കാണല്ലോ എന്ന് പറയുമ്പോൾ രാമേട്ടൻ പറയണ്ട്, ഹോളി ദിവസമായ ഇങ്ങനെയാ ഈ പെട്ടി ഇവിടേക്ക് ഇങ്ങനെ കറങ്ങി നടക്കും, എന്തെല്ലാം ഇത് കൊണ്ടേ വെച്ചിട്ട് വരട്ടെ എന്നിങ്ങനെ പറയാം കേട്ടോ. ശേഷം നമ്മുടെ ശ്രുതി നേരെ പോണത് നമ്മുടെ അതായത് ഭഗവാന്റെ അടുത്തേക്കാണ്. അവിടെ പോയിട്ടുള്ള ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ അടുത്തേക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പോവാട്ടോ. ആ സമയത്ത് കുട്ടീഷ്ണൻ്റെ ആ ഒരു വിഗ്രഹം അവിടെ ഉണ്ട്. ഞാൻ കുട്ടീഷ്ണനെ കാണാൻ വേണ്ടി വന്നതൊന്നുമല്ല, ഞാൻ ഇപ്പോഴും പിണക്കം തന്നെയാണ്. അതെ, ഞാനേ ഭഗവതിനെ കാണാൻ വേണ്ടി വന്നതാണ്. എൻ്റെ ദേവി, ഇന്ന് ഹോളിയാണ്, ഞാൻ ആദ്യമായിട്ട് ഹോളി ആഘോഷിക്കണത്. എല്ലാം അനുഗ്രഹിച്ചോണ്ടേ മുത്തശ്ശിക്ക് ഹോളി ആഘോഷിക്കാൻ പറ്റണേ. പിന്നെ അമ്മയ്ക്ക് ഇന്ന് വരും, അവർക്ക് എന്നോടുള്ള പിണക്കമൊക്കെ മാറണേ, എല്ലാം അനുഗ്രഹിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ ആ തട്ടവിടെ വെക്കാൻ പോകുമ്പോഴേക്കും അതിൽ നിന്ന് കുറച്ച് കുങ്കുമം ശ്രുതിയുടെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് കുട്ടീഷ്ണൻ്റെ മേത്തേക്ക് വീഴും കേട്ടോ. അയ്യോ, കുങ്കുമം വീണല്ലോ. അത് ഞാൻ ഹോളി ആഘോഷിക്കാൻ വേണ്ടി കുങ്കുമം ഇട്ടതൊന്നും അല്ല കേട്ടോ, അറിയാണ്ട് വീണതാ. എന്തായാലും വീണതല്ലേ, അതുകൊണ്ട് ഹോളി വിഷസ് പറഞ്ഞേക്കാം. അതെ, ഹാപ്പി ഹോളി എന്ന് പറയാണ്. അതിനുശേഷം കയ്യിലുണ്ടായിരുന്ന ജിലേബിയിൽ ഒരു ജിലേബി എടുത്തിട്ട് കുട്ടീഷ്ണൻ്റെ മുമ്പിലേക്ക് വെക്കുക കേട്ടോ. മുമ്പ് തൊട്ടേ എൻ്റെ കയ്യിൽ നിന്ന് ജിലേബി മധുരമൊക്കെ വാങ്ങിച്ചെടുക്കാൻ നീ ഭയങ്കര വിരുദ്ധനാണല്ലോ, അതുകൊണ്ട് ഞാൻ ഇന്നൊരു ദിവസം ഹോളി ആയതുകൊണ്ട് മാത്രം ക്ഷമിച്ചിരിക്കുന്നു. ഈ ജിലേബി ഒരെണ്ണം തരുന്നുണ്ട് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വെക്കുകയാണ്. ഇനി ബാക്കിയൊന്നും ഞാൻ തരില്ല കേട്ടോ എന്നൊക്കെ ശ്രുതി പറഞ്ഞുകൊണ്ടിരിക്കുക. അഞ്ജലി അങ്ങോട്ടേക്ക് വരും കേട്ടോ. രാവിലെ തന്നെ ശ്രുതി ഭഗവാനോട് പിണക്കം പറയാണല്ലോ എന്ന് പറയുമ്പോഴേക്കും ഒന്നുമില്ല മാഡം എന്ന് പറയാണ്. നീ ഭഗവാനോടൊക്കെ ഹോളി പറഞ്ഞു, നിനക്ക് ആദ്യമായിട്ട് ഹോളി വിശ്വസിച്ച് പറയാൻ പോണത് ഞാനാണ്, ഹോളിക്ക് നിനക്ക് ഇതിട്ടരാൻ പോണത് ഞാനാണ് എന്നിങ്ങനെ പറയാണ്. ആ സമയത്ത് നമ്മുടെ ശ്രുതി സന്തോഷത്തോടെ നിൽക്കുവാണ്. അഞ്ജലി കുറച്ച് കളർ എടുത്തിട്ട് ശ്രുതിയുടെ മേത്തേക്ക് ഇങ്ങനെ, അതായത് മുഖത്തേക്ക് ഇങ്ങനെ തേക്കാൻ പോകുമ്പോഴേക്കും അവിടേക്ക് ഷ്യാം വരും കേട്ടോ. അതെ, ഇവിടുത്തെ ആദ്യത്തെ മരുമോ ഞാനാണ്, അപ്പോൾ ആദ്യത്തെ മരുമകൾക്ക് വിശ്വസ് പറയേണ്ടത് ഞാൻ തന്നെയല്ലേ എന്ന് പറയാണ്. അതെ, അത് ശ്യാമേട്ടൻ തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് അഞ്ജലി പറയാം കേട്ടോ. അങ്ങനെ ശ്യാം അവിടെ നിന്ന് കുറച്ച് കുങ്കുമം എടുക്കുകയാണ്. ശേഷം ശ്രുതിയുടെ അടുത്തേക്ക് ഇങ്ങനെ വരും കേട്ടോ. ശ്രുതിയുടെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ആ സമയത്താണ് നമ്മുടെ അശ്വിൻ അങ്ങോട്ടേക്ക് വരുന്നത്. അശ്വിൻ അവിടെ എന്താ നടക്കണമെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതിയാണെങ്കിൽ മുഖം ഇങ്ങനെ ഇങ്ങനെ ദേഷ്യം കൊണ്ട് ഇങ്ങനെ നിൽക്കുവാട്ടോ. പക്ഷെ അഞ്ജലിയോടൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ പെട്ടെന്നാണ് ശ്രുതിയുടെ ഫോൺ ബെല്ലടിക്കുന്നത്. എൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ശ്രുതി ഓടിപ്പോവാണ്. ശ്യാമാണെങ്കിൽ പോയല്ലോ, കുഴപ്പമില്ല, എന്തായാലും ഇന്ന് ഞാൻ തന്നെയായിരിക്കും അവളുടെ മുഖത്ത് ആദ്യമായിട്ട് കുങ്കുമം തേക്കണത്, അവളുടെ മുഖത്ത് ആദ്യമായിട്ട് കളർ പൂശുന്നത് ഈ ശ്യാം മാധവ് തന്നെയായിരിക്കും. എന്നിട്ട് ചിരിക്കുകയാണ്. ആ സമയത്ത് അശ്വിന് മനസ്സിലാവുന്നുണ്ട് ശ്രുതി അവിടെ നിന്ന് മനഃപൂർവ്വം പോയതാണ്. അങ്ങനെ പതുക്കെ അശ്വിൻ ശ്രുതിയുടെ ആ ഒരു മനസ്സിലാക്കാട്ടെ, തെറ്റിദ്ധാരണയൊക്കെ പതുക്കെ മാറി വരുവാണ്. അതിനുശേഷം നമ്മുടെ മോഹൻ അങ്കിളിനോട് നമ്മുടെ ശ്രുതി ചോദിക്കുകയാണ്, അതെ എനിക്കൊരു സംശയമുണ്ട് അങ്കിൾ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ശ്രുതിയുടെ സംശയം, കേരളത്തിലുള്ള നമ്മൾ എന്താണ് ഹോളി ആഘോഷിക്കുന്നത് എന്നല്ലേ? അതെ എന്ന് പറയാണ്. അത് വേറൊന്നുമല്ല, അമ്മയും അച്ഛനൊക്കെ ഒരുപാട് നാൾ മുമ്പ് ഈ ഹിന്ദിക്കാരുടെ, അതായത് മുംബൈയിലും ഡൽഹിയിലൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ ഹോളിയൊക്കെ ഭയങ്കര ആഘോഷമാണല്ലോ. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, അമ്മ അച്ഛനെ ആദ്യമായിട്ട് കാണുന്നത് ഒരു ഹോളി ദിവസമാണ്. അവരുടെ പ്രണയം പൂവിട്ടതും ഒരു ഹോളി ദിവസം തന്നെയാണ്. അവർ പരസ്പരം ഇഷ്ടം തുറന്നു പറഞ്ഞതും ഹോളി ദിവസമാണ് എന്ന് പറയുമ്പോൾ അത് കൊള്ളാലോ, ഹോളിക്ക് ഇത്ര വലിയ പ്രത്യേകത ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അതെ, അന്ന് മുതൽ അച്ഛൻ്റെ നിർബന്ധമാണ് കേരളത്തിൽ വന്നിട്ട് ഹോളി ആഘോഷിക്കണമെന്നുള്ളത്. അതുകൊണ്ട് എല്ലാ വർഷവും ഹോളി ആഘോഷിക്കാറുണ്ട്. അമ്മ കൂടാറില്ല, അച്ഛൻ മരിച്ച പിന്നെ അമ്മ അങ്ങനെ ഹോളിക്കൊന്നും കൂടാറില്ല, പക്ഷെ എല്ലാത്തിനും മുമ്പേ നിൽക്കും എന്ന് പറയാണ്. ശരി, പിന്നെ എനിക്ക് ഈ കഥയുടെ ബാക്കി അറിയാൻ ആഗ്രഹമുണ്ട്, അത് മുത്തശ്ശിയുടെ തന്നെ ചോദിച്ചോ. പിന്നെ ഞാൻ ഇതൊക്കെ പറഞ്ഞ കാര്യമൊന്നും പറയല്ലേ കേട്ടോ, ഞാൻ അങ്കിളിനെ ഒറ്റ കൊടുക്കുകയൊന്നുമില്ല എന്ന് ശ്രുതി പറയാണ്. ശരിയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ
അമ്മയും അമ്മായിയൊക്കെ അവിടേക്ക് വരുവാണ്. അതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രീതി അതുപോലെ തന്നെ ആകാശും നമ്മുടെ മനോരമയും അതുപോലെ തന്നെ മോഹനങ്ങളും ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് മനോരമ പറയുന്നുണ്ട് ആകാശിനോട്, ആകാശ് ബേബി നോക്ക്, കുറച്ച് കുങ്കുമം മാത്രം എൻ്റെ മുഖത്ത് തേച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് ഇൻഫെക്ഷൻ ആവും, വളരെ പൊടി. ശരി അമ്മേ എന്ന് പറഞ്ഞിട്ട് അതിലൊരു കുറച്ച് കളർ പൊടി എടുത്തിട്ട് നമ്മുടെ മനോരമയുടെ മുഖത്തേക്ക് ചെറുതായിട്ടൊന്ന് തേക്കുവാണ്. നമ്മുടെ ആകാശ് ഹാപ്പി ഹോളി എന്ന് പറഞ്ഞിട്ട് കാലിൽ ഇങ്ങനെ വീഴുന്നുണ്ട്, അച്ഛൻ്റെ കാലിൽ വീഴുന്നുണ്ട്, അച്ഛനും തേച്ച് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ പ്രീതിയാണെങ്കിൽ രണ്ടുപേരുടെയും കാലിൽ വീണിട്ട് ഹാപ്പി ഹോളി എന്ന് പറഞ്ഞിട്ട് കുറച്ച് കളർ എടുത്തിട്ട് നമ്മുടെ മനോരമയുടെ മുഖത്തേക്കാൻ നോക്കുമ്പോൾ നീ എന്തിനാ തേക്കണത്, നീ തേക്കൊന്നും വേണ്ട എന്നിങ്ങനെ പറയാണ്. അത് ആൻറ്റി എന്ന് പറയുമ്പോഴേക്കും ആകാശ് വേണ്ട സാരമില്ല എന്നിങ്ങനെ കണ്ണുകൊണ്ടിങ്ങനെ കാണിക്കാട്ടെ. ആ സമയത്ത് പ്രീതി ശരിയെന്ന് പറയുന്നുണ്ട്. എനിക്കാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ്, ഹോളി ആയതുകൊണ്ട് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്തിന് നമ്മുടെ അമ്മായിയും അതുപോലെ തന്നെ അമ്മയും കൂടി വരുന്നത്, അവരെ കാണുന്നത് പ്രീതി ഓടിപ്പോണ്. ഹായ് അമ്മേ അമ്മായി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് വരും കേട്ടോ. അപ്പോഴേക്കും എല്ലാവരും അവിടെ നിരന്ന് നിൽക്കുന്നുണ്ട്, വീട്ടിലെല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്മയടുത്ത് പറയുന്നുണ്ട്, അമ്മയടുത്ത് പറയുന്നുണ്ട്, നമ്മുടെ മുത്തശ്ശി എന്തായാലും നിങ്ങൾ വന്നതിൽ വളരെ സന്തോഷം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഹോളി ഇങ്ങനെ ആഘോഷിക്കണം കാണുന്നത്, ഇത് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഹോളി ദിവസം പ്രീതിയും അതുപോലെ തന്നെ ശ്രുതിയും കൂടി ഹോളി ആഘോഷിക്കാറുണ്ട്. ഈ ബലൂണിലൊക്കെ നിറച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിഞ്ഞ് ഇങ്ങനെ കളിക്കാറുണ്ട്. പിന്നെ രണ്ടുപേരും തമ്മിൽ മുഴുവഴക്കവും, പിന്നെ ഞാനും രാധയും കൂടി കൂട്ട് ആ വഴക്കൊക്കെ മാറ്റണത് എന്ന് പറയാണ്. അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട്, എന്നാൽ രണ്ടുപേരും കൂടി അമ്മക്കും അമ്മായിക്കും വിശ്വസി എന്ന് പറയാണ്. അങ്ങനെ പ്രീതി അമ്മയുടെ കാലിൽ തൊട്ടിട്ട് ഹാപ്പി ഹോളി എന്ന് പറഞ്ഞിട്ട് വിഷയമാണ്. ശ്രുതിയും പോകുന്നുണ്ട്. അമ്മായി തൊട്ട് ഓടി പോകുമ്പോഴേക്കും അവർ മൈൻഡ് ചെയ്യുന്നേ ഇല്ല കേട്ടോ. ആ സമയത്ത് അഞ്ജലി പറയുന്നുണ്ട്, അതെ ഹോളി ദിവസം ഇങ്ങനെ ശത്രുക്കൾ പോലും മിത്രങ്ങളാവുന്ന ദിവസമാണ്, ഈ ദിവസം ശത്രുത വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല കേട്ടോ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അതെ ഈ ദിവസം ഒരു ശത്രുതയും പാടില്ല, അമ്മയും അമ്മായിക്കും കളർപ്പൊടി തേച്ച് കൊടുക്കും ശ്രുതി എന്ന് പറയാണ്. അങ്ങനെ കുറച്ച് കളർ എടുത്തിട്ട് നമ്മുടെ അമ്മയുടെ നെറ്റിയിൽ തേച്ച് കൊടുക്കുകയാണ് ശ്രുതി. ഹാപ്പി ഹോളി അമ്മ എന്ന് പറയുമ്പോൾ മോളെ ശ്രുതി എന്ന് പറഞ്ഞിട്ട് അമ്മ പെട്ടെന്ന് തന്നെ ശ്രുതിനെ കെട്ടിപ്പിടിക്കുക കേട്ടോ. അങ്ങനെ അവരുടെ പിണക്ക് അവിടെ മാറുവാണ്. ശേഷം നമ്മുടെ അമ്മായിക്കും കളർ തേച്ച് കൊടുക്കുന്നുണ്ട് ശ്രുതി. ആ സമയത്ത് അമ്മായി ശ്രുതി എന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ കെട്ടിപ്പിടിക്കുകയാണ്. എല്ലാവരും ഒന്നായല്ലോ എന്ന് പറയാണ്. ആ സമയത്ത് അപ്പം നമുക്ക് അടിച്ചു പൊളിക്കാം എന്ന് പറയുമ്പോൾ എനിക്കെടുത്ത് മോഹനെങ്കിൽ പറയണ്ടേ, എനിക്ക് ഇങ്ങോട്ട് വാ, അവർ കുറച്ച് നേരം ഒറ്റയ്ക്ക് സംസാരിക്കട്ടെ, വാ എല്ലാവരും വാ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിളിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ പ്രീതിയും അമ്മയും അമ്മായിയൊക്കെ കൂടി കെട്ടിപ്പിടിച്ച് അങ്ങനെ നിൽക്കുക കേട്ടോ. ശേഷം നമ്മുടെ മുത്തശ്ശി ഭയങ്കര തിരക്കിലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് അത് ഇത് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ അങ്ങോട്ടേക്ക് ശ്രുതി നമ്മുടെ ആ മുത്തശ്ശിൻ്റെ വേഷമൊക്കെ ഇട്ട് അങ്ങോട്ട് വരും കേട്ടോ. സുഭദ്രേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരുവാണ്. ആ സമയത്ത് എല്ലാവരും ഞെട്ടി നമ്മുടെ ശ്രുതിനെ നോക്കുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട് പ്രീതിയെടുത്ത്, അയ്യോ ഇത് നമ്മുടെ ശ്രുതിയല്ലേ, അതെ എന്ന് പറയാണ്. അങ്ങനെ ശ്രുതി ഒരു വടിയൊക്കെ എന്നെ പിടിച്ചിട്ട് ഇങ്ങനെ നടന്നു വരുവാണ്. എന്താ സുഭദ്ര, എന്നെ കണ്ടിട്ട് നിനക്കൊരു മൈൻഡില്ലാത്ത, എന്താ എന്നെ മറന്നുപോയോ, ഈ വാസുദേവനെ നീ മറന്നുപോയോ സുഭദ്ര എന്ന് ചോദിക്കുകയാണ്. മുത്തശ്ശിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്, അത് സന്തോഷം വരുന്നുണ്ട്, എന്നും മനസ്സിലാവാത്ത ഒരു മുഖഭാവം. നമ്മുടെ മനോരമയാണെങ്കിൽ മനസ്സിലിങ്ങനെ പറയാണ്, ഇന്ന് കിട്ടും, ഇന്ന് ശ്രുതിക്ക് വയറ് നിറച്ച് കിട്ടും, ഡ്യൂപ്ലിക്കേറ്റ് മരുമകൾക്ക് വയറ് നിറച്ച് ഹോളി വിശ്വസ് ഇന്ന് അമ്മ തന്നെ അറിയിക്കും, ഇപ്പം കാണാം പൂരം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനോരമ ഇപ്പോൾ മുത്തശ്ശി വഴക്ക് പറയുമല്ലോ എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ കാത്തു നിങ്ങൾ നിൽക്കുക കേട്ടോ. മുത്തശ്ശി ശ്രുതിനെ ഇങ്ങനെ ദേഷ്യത്തോട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.